പ്രിയപ്പെട്ട എല്ലാ ജനങ്ങൾക്കും സ്നേഹിക്കുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടാത്തവരെ, കൂടുതലും അറിയപ്പെടാത്തവരെ ഉയർത്തുക, കലാരംഗത്ത് ഉയർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിരീഷ് കുന്നത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ. അദ്ദേഹത്തിൻ്റെ ആ സിനിമാ ഗാനം എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ ഞാൻ വാത്സല്യപൂർവ്വം ചേർത്ത് പിടിക്കുന്ന രണ്ട് സംഗീത യുവ താരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഭാവിയിൽ എന്തായാലും താരം ആവുന്നുള്ളതിന് ഒരു സംശയമില്ല. ഇവരുടെ പേരുകൾ രണ്ടുപേരുടെയും ഒരേ പേര് തന്നെ, പക്ഷേ ഇവരുടെ നാട് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. എങ്കിൽ കൂടി ആ ഒരു സാമ്യതയുള്ള ആ പേര് കൊണ്ടും പിന്നെ അവരുടെ ആ വിനയപൂർവമായിട്ടുള്ള ഒരു ഗുരുഭക്തി കൊണ്ടും അവരെ ഞാൻ വളരെയധികം ചില സമയത്ത് ശിഷ്യന്മാരെ പോലും ചില സമയത്ത് സ്നേഹിതന്മാരെ പോലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവരെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രാജേഷിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞ ശേഷം നമുക്ക് ആ സിനിമാ പാട്ടാണ്, രണ്ടുപേരും നന്നായിട്ട് പാടും, അത് വിലയിരുത്തേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. എങ്കിലും വിശേഷങ്ങൾ അറിയാം അല്ലേ? രാജേഷിൻ്റെ വിശേഷങ്ങൾ ആദ്യം പറയും. അപ്പോൾ മറ്റേ രാജേഷ് റെഡി ആവണം കേട്ടോ. പറഞ്ഞോളൂ. ഇപ്പോൾ രാജേഷ് ഇപ്പോൾ സ്വന്തം സ്ഥലം നീലേശ്വരം എന്നല്ലേ? അപ്പോൾ പിന്നെ കുടുംബത്തിൽ എല്ലാവരും പാടുന്നവരാണോ? എങ്ങനെയാണ് ഈ സംഗീതത്തിലേക്ക് വരാനുള്ള കാരണം ഒന്ന് പറയാം. ഞാൻ നീലേശ്വരം സ്വദേശിയാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പ്രോഗ്രാമിലൊക്കെ പാടുമായിരുന്നു. പക്ഷേ സമ്മാനമൊന്നും ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ അതിനുശേഷം പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് പ്രോത്സാഹനവും അങ്ങനെ ഇതൊന്നും വലുതുണ്ടായിട്ടില്ല. പിന്നെ എല്ലാം ജോലി തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു സമയമായപ്പോൾ ജോലി തിരക്കുകൾ കൊണ്ട് അതിനൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു അവസരത്തിൽ ഇപ്പോൾ ഒരു 6-8-10 വർഷത്തിനിടയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയത്. അതായത് ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് സ്മ്യൂൾ പ്ലാറ്റ്ഫോം, സ്റ്റാർ മേക്കർ. അപ്പോൾ സ്മ്യൂളിൽ ഞാനൊരു പാടിയൊരു പാട്ട് കേട്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, എന്നാൽ പാട്ട് പഠിച്ചുകൂടെ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്നൊക്കെ. എനിക്കിത് അപ്പോഴൊരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളത്. പക്ഷേ അന്നേരം അവിടെ ഞാൻ എറണാകുളത്തായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി കുറച്ച്, അതായത് നമ്മുടെ സരളി വരിശകൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നപ്പോൾ ആദ്യത്തെ ഗുരുനാഥൻ അപ്പോൾ ശ്രീമൂലനഗരം തിലക്. ഓഹോ, അത് ശരി. നമ്മുടെ കൽപ്പാന്ത കാലത്താളം എഴുതിയ ശ്രീമൂലനഗരം വിജയന്റെ അനിയന്റെ മകൻ ശ്രീമൂലനഗരം തിലക്. അദ്ദേഹം 2 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൽ നിന്നാണ് ആദ്യ ബാലപാഠം പഠിച്ചത് സംഗീതത്തിന്റെ സരളി വരിശകൾ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് നാളെ ട്രാൻസ്ഫറായി വന്നപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് പോയി. പിന്നെ എവിടെയും പോയില്ല. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലൊക്കെ പാടിക്കൊണ്ടിരിക്കും. പിന്നെയാണ് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ അറിഞ്ഞത്, ഒരു മാഷിനെ പറ്റി അറിഞ്ഞത്. ആ മാഷിനെ പറ്റി അറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ എന്താന്നറിയില്ല, ഒരു വാശിയോ, മാഷിന്റെ കയ്യിൽ നിന്ന് വിടാൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നു മനസ്സിൽ. അതാണ് സത്യത്തിൽ ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ നമ്പർ ഈ വാശി എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള വാശിയാ? മാഷിന്റെ അടുത്ത് തന്നെ പഠിക്കണം. ഞാൻ തെറ്റിദ്ധരിച്ചില്ല. മാഷിന്റെ അടുത്ത് തന്നെ പഠിക്കണം ബാക്കിയുള്ള പാഠങ്ങൾ കൂടി. അപ്പൊ അങ്ങനെ നമ്പർ തരപ്പെടുത്തി മാഷിനെ വിളിച്ചപ്പോൾ അത് ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ. മാഷിനെ വിളിച്ചപ്പോൾ മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി നമുക്ക് നോക്കാം, 1 മാസം കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും അങ്ങനെയാണ്. ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശിഷ്യന്മാരൊന്ന് പരീക്ഷിക്കും. ചില വ്യക്തികൾ വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് അവർ മതിയാക്കി പോകുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നും ഏതായാലും വരുന്ന ശിഷ്യന്മാരൊന്ന് പരീക്ഷിക്കണം. കാരണം ഈ 1 മാസം ഗ്യാപ്പ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ മതിയാക്കുമല്ലോ, വേണ്ടാ നോക്കുമല്ലോ. പക്ഷെ അതായിരിക്കാം ഈ ഭാഷയല്ലേ. എനിക്ക് നവംബർ ഒരു 8-10 തീയതിനാണ് ഞാൻ വിളിച്ചത്. കറക്റ്റ് 1 മാസം എന്ന് പറയുമ്പോൾ അടുത്ത 10 ഡിസംബർ 10-11 തന്നെ ഞാൻ വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞു, നീ മറന്നിട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ല മാഷെ, 1 മാസത്തെ സമയം തന്നത്. അപ്പൊ കറക്റ്റ് 1 മാസം ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ
പറഞ്ഞു എന്താ പിന്നെ ശരി, ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ഞാൻ വിളിക്കാം, അപ്പോൾ അന്ന് വന്നോന്ന് പറഞ്ഞു. കാരണം അടുത്ത ആഴ്ച എന്നെ വിളിച്ചു, ഞാൻ വന്നു. അപ്പം അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ ശിഷ്യത്വമാണ് ഇന്ന്. അല്ല, അതിനേക്കാളും വേറൊരു രസം എന്താന്ന് വെച്ചാൽ ഈ രാജേഷ് ഞാൻ 8ാം ക്ലാസ്സിലല്ലേ? അതെ, എന്നെ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്നത് പിന്നീടാണ് അറിഞ്ഞത്. ഞാനിങ്ങനെ പറഞ്ഞു, നീലേശ്വരം എന്ന് പറയുമ്പോൾ ഞാൻ രാജാസിൽ ഹൈസ്കൂളിൽ സംഗീതാധ്യാപനം 1980കളിൽ ആ സമയത്ത് 80കളിൽ വെച്ചാൽ 84. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ രാജാസ് ഹൈസ്കൂളിൽ സംഗീതാധ്യാപനായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, അത് ശരി, വിഷ്ണുഭട്ട് മാഷ് നിങ്ങൾ വെള്ളിക്കൊത്തി വിഷ്ണുഭട്ട് ഇത് രണ്ടും ഒന്നല്ലേ എന്നുള്ള തരത്തിലാണ് പിന്നീട് സംസാരം. ഏതായാലും അപ്പോഴാണ് എനിക്കൊരു അഭിമാനം തോന്നി. എന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു ശിഷ്യൻ എൻ്റെ അടുത്തേക്ക് എത്തി എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും മക്കളെ പാടും അല്ലേ? മക്കളൊക്കെ പാടും? ഇല്ല, വൈഫ് സംഗീതം പഠിച്ചിട്ടുണ്ട്, നൃത്തം പഠിച്ചിട്ടുണ്ട്, പിന്നെ സംഗീതവും പഠിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്, ഭരതനാട്യം പഠിക്കുന്നു. എവിടെ പഠിക്കുന്നത്? ആള് പിന്നെ നീലേശ്വരം രാജമാസ്റ്ററുണ്ട്. ഈ ഒരു രാജേഷ് അവിടെ ഇരിക്കട്ടെ, ഇത് അടുത്ത രാജേഷ്. ഈ ഒരു രാജേഷിൻ്റെ കഥയും വലിയൊരു കഥയാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് സംഗീതം പഠിക്കാൻ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് പിന്നെ ഞാൻ എൻ്റെ തിരക്കൊക്കെ ഇങ്ങനെ പറയും, വെറുതെ ചില സമയത്ത് സത്യമായിരിക്കും, ചില സമയത്ത് പിന്നെ പോയിക്കോട്ടെ, വേറെ സംഗീതം പഠിക്കാൻ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ രാജേഷ് എന്നെ വിട്ടില്ല എന്നുള്ള, ഈ 2 രാജേഷിൻ്റെയും ഈ പേര് പോലെ തന്നെ സ്വഭാവ രീതികളൊരു പോലെ തന്നെ, കാരണം ഇവരെന്നെ വിട്ടില്ല എന്നുള്ളതാണ്. അതായത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാവുന്ന ശിഷ്യന്മാർ എന്ന് പറയാൻ കാരണം. അപ്പോൾ രാജേഷിൻ്റെ വിശേഷം നമുക്ക് രാജേഷിനോട് ചോദിച്ചറിയാം. രാജേഷ് പറയും. എൻ്റെ സ്വദേശം പുല്ലൂരാണ്, കൊടവലം. ഞാൻ പിന്നെ അവിടെ കാഞ്ഞങ്ങാട് ട്രഷറിയിലാണ് ജോലി ചെയ്യുന്നത്. ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം പാടുമായിരുന്നു യുവജനോത്സവങ്ങളിലെല്ലാം. ശാസ്ത്രീയമായി കാഞ്ഞങ്ങാട് ട്രഷറിയിൽ എന്ന് പറയുമ്പോൾ അവിടെ രജിത സുരേഷ് എന്നൊരു വലിയൊരു പാട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു. അവർ എൻ്റെ അടുത്ത് കുറച്ചൊരു സംഗീതം പഠിച്ചിട്ടുണ്ട്. പറയും, ബാക്കി പറയും. ശാസ്ത്രീയമായി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കാരണം പഠിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ജോലിയായി, സ്വന്തം വരുമാനമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാഷുടെ ശിക്ഷണത്തിൽ ഇപ്പോൾ കുറച്ചു കാലമായി പഠിക്കുന്നു. അവിവാഹിതനാണ് എങ്കിലും പിന്നെ ആ സംഗീതത്തിനോടുള്ള ഒരു സ്നേഹം അല്ലേ, അത് കൂടുതലൊരു എന്താ പറയുക, സംഗീതത്തിനോട് വലിയൊരു ഭ്രമം ഉള്ളൊരു വ്യക്തിയാണ്. ഈ 2 പേരുടെയും ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം 2 പേരും ഒരു പുതുമയുള്ള ശബ്ദത്തിന് ഉടമകളാണ്. അപ്പോൾ അത് നമുക്ക് പാടുമ്പോൾ അറിയാം. ഏതായാലും ബാക്കിയുള്ള കാര്യം കൂടി പറയാം. കാരണം പിന്നെ വീട്ടിലെ കുടുംബപരമായിട്ടുള്ള സംഗീതം ഉണ്ടോ? അച്ഛൻ ചെറുതായി പാടുമായിരുന്നു, ഇങ്ങനെ മൂളിപ്പാട്ട്. അപ്പം അച്ഛൻ്റെ പാട്ട് കേട്ട് ആ ഒരു രക്തബന്ധത്തിലൂടെ ഒരു സംഗീതം ഉണ്ട് എന്ന് പറയാം അല്ലേ? പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ വേറെ ആരൊക്കെ പാടുമോ? ഇല്ല, അങ്ങനെ പാടുന്ന ആരും ഇല്ലായിരുന്നു. എങ്കിലും ആ രക്തബന്ധമുണ്ട്. അതായത് സ്കൂളിൽ അത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറായിരുന്നു എന്നിലെ ഗായകനെ കണ്ടെത്തി. അങ്ങനെ വരട്ടെ, പറഞ്ഞോളൂ. അപ്പോൾ ആ സമയത്ത് ആ ഉണ്ണി വാവാവോ എന്ന് പറയുന്ന പാട്ട്, അത് രമണി ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ എല്ലാവരും കൊണ്ട് പാടിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ പാടിയതിൽ ഞാനായിരുന്നു പിന്നെ അത്യാവശ്യം നന്നായി പാടിയത്. അപ്പോൾ ടീച്ചറായിരുന്നു എന്നിലെ ഒരു കലാകാരനെ കണ്ടെത്തിയത്. പിന്നെ എനിക്കും തോന്നി എന്നിലുള്ള കഴിവുകൾ കുറച്ചും കൂടി വികസിപ്പിക്കണമെന്ന്. അപ്പോൾ ടീച്ചർ എന്നെ യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുപോയിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ കലോത്സവങ്ങളിൽ പങ്കെടുക്കും. രാജേഷ് പിന്നെ കലോത്സവത്തിൽ പങ്കെടുക്കില്ല? സ്കൂളിലൊന്നും ബാക്കി പറഞ്ഞോളൂ. അങ്ങനെയാണ് മുമ്പിലേക്ക് വന്നത്. ഏതായാലും നമുക്ക് ആദ്യം പറഞ്ഞത് നമുക്ക് ഏതായാലും ഇവിടുന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. രാജേഷിൻ്റെ ആ ഒരു 2 പേരുടെയും മധുര ശബ്ദമാണ്, അത് കേട്ടറിയാം. ഒരു വ്യത്യസ്തതയുള്ള ഒരു ശബ്ദം കേൾക്കാം.
പുണ്യവതിയുടെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ പുണ്യവതിയുടെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശൃംഗാരമതോറും ലിംഗാപാത്രം എന്നുമെന്നതരത്തോടടുക്കുമല്ലോ മണിയറയിലെ നിർമ്മലശയ്യയിലെ നീലനിയാളമായി ഞാൻ മാറിയെങ്കിൽ പടരുമല്ലോ. ഗംഭീരം ഗംഭീരം. നമുക്ക് അതായത് ഒരു വ്യത്യസ്തമുള്ള ശബ്ദം അല്ലേ രാജേഷ്? അതെ അതെ. പക്ഷെ ഇവിടെ വേറൊരു ശബ്ദമാണ്, ഇവിടെ തുറന്നടിച്ച ശബ്ദമാണ്, ഇവിടെ അടഞ്ഞ ശബ്ദം. ഈ ഒരു അടഞ്ഞ ഒരു ശബ്ദത്തിന് അതിനൊരു മാധുര്യം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു പാട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ രണ്ട് രാജേഷും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഒന്ന് കേന്ദ്ര സർക്കാർ, ഒന്ന് സംസ്ഥാന സർക്കാർ കേട്ടോ. അതായത് ട്രഷറിൽ ജോലി ചെയ്യുന്നു, പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട് അല്ലേ രാജേഷ്? തുടങ്ങാം. മാഷ് പറഞ്ഞത് സിനിമാ ഗാനം പാടാനാണ്. സിനിമാ ഗാനം ഞാൻ പാടാറുണ്ട്, പക്ഷെ ഇന്നിപ്പോൾ അത് ഒന്നും പ്രിപ്പയർ ആയിട്ടൊന്നുമില്ല. എങ്കിലും ഏതെങ്കിലും ഒന്ന് പാടാം. 4 വരി പാടിയാലും മതി, കാരണം ജനങ്ങൾക്കത് കേൾക്കണ്ടേ. ഓക്കെ. ഞാനൊരു ഓണത്തിന്റെ ഒരു ആൽബം സോങ് ഞാൻ പാടാം. ഓക്കെ, അത് മതി. നമുക്ക് ശബ്ദം കേൾക്കാൻ മതി. ആവണി കാറ്റുന്നു തുണങ്ങി വന്നു എൻ്റെ മാനസ കിളിവാതിൽ തുറന്നു തന്നു. ആവണി കാറ്റുന്നു കുണുങ്ങി വന്നു എൻ്റെ മാനസ കിളിവാതിൽ തുറന്നു തന്നു. ചൈത്ര സന്ധ്യകൾ പൂക്കോരിച്ചൊരിഞ്ഞു നിന്നു എൻ്റെ മോഹങ്ങൾ മധുമാരി നുകർന്നു നിന്നു. ചൈത്ര സന്ധ്യകൾ പൂക്കോരിച്ചൊരിഞ്ഞു നിന്നു എൻ്റെ മോഹങ്ങൾ മധുമാരി നുകർന്നു നിന്നു. ആവണി കാറ്റിന്നു കുണുങ്ങി വന്നു എൻ്റെ മാനസ കിളിവാതിൽ തുറന്നു തന്നു. കാതരേ നീ എൻ്റെ തിരുമുറ്റത്ത് എൻ്റെ കനവുകൾ
താരളഹൃദയദളങ്ങൾ മയങ്ങുന്ന മണിമുറ്റത്ത് കാതരേ നീ എൻ്റെ തിരുമുറ്റത്ത് എൻ്റെ കനവുകൾ മയങ്ങുന്ന മണിമുറ്റത്ത് ഒരു പൂമിഴിയുമായി തിരുവോണമായി ഒഴുകി തരള ഹൃദയദളങ്ങൾ മുഴുവൻ മധുരിമ തൂകി ആവണി കാറ്റിന്നു തുണങ്ങി വന്നു എൻ്റെ മാനസ കിളിവാതിൽ തുറന്നു തന്നു. കൊള്ളാം, നല്ല പാട്ടാണ്. കാരണം ഓണത്തിന്റെ പാട്ടാണ്. അപ്പോൾ ഈ ഓണത്തിന്റെ വിശേഷങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓണപ്പാട്ട് മത്സരത്തിന് കൂടിയിട്ടുണ്ട്? ഇല്ല ഇല്ല, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു സ്വരമാതിരി സംഗീത ഗ്രൂപ്പ്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യമാണ് അങ്ങനത്തെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്, നമ്മളൊരു ഫ്രണ്ട് മുഖാന്തരം. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഓണപ്പാട്ടിന് എനിക്കത് സെക്കൻഡ് ആയിരുന്നു. എങ്കിലും സമ്മാനം കിട്ടിയല്ലോ. സമ്മാനം കിട്ടി. കാരണം സംഗീതം പഠിക്കാൻ തുടങ്ങിയുണ്ട് രണ്ടുപേരും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ചിലവർ ഇപ്പോൾ ബാലസുബ്രഹ്മണ്യം എന്ന് വെച്ച വലിയൊരു സംഗീതജ്ഞൻ സംഗീതം പഠിക്കാൻ, എസ് ജാനകി സംഗീതം പഠിക്കാൻ പോയിട്ടില്ല. കാരണം അവരൊന്നും സംഗീതം പഠിക്കാതെ ജന്മനാ ഉള്ള ഒരു ശക്തി കൊണ്ടാണ് അവർ മുമ്പിലോട്ട് വന്നതെങ്കിലും സംഗീതം പഠിക്കുന്നതിലൂടെ കുറച്ചും കൂടി അടിസ്ഥാനപരമായിട്ട് സംഗീതം നന്നാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ നന്നായിട്ട് ഈ പാടുമ്പോൾ വളരെ ഒരു ആവേശമാണ് എനിക്കുണ്ടായത്. അതുപോലെ ജനങ്ങൾക്കും അത്തരത്തിൽ തന്നെയായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. എല്ലാവർക്കും നമസ്കാരം.